ശരിക്കും. കാരണം മുൻപ് ഇതിന് സമാനമായ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. എന്നാൽ തന്റെ ഒരു പ്രബന്ധം കഷണ്ടി ചികിത്സയ്ക്ക് ഫലപ്രദമായ മരുന്ന് കണ്ടെത്തിയെന്നും അത് മാതൃകാപരമാണെന്നും വിജയിച്ചുവെന്നും അവകാശപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ചേലേമ്പ്ര സ്വദേശി KR വിമൽ പ്രബന്ധം അവതരിപ്പിച്ചിരിക്കുന്നു. ഈ പ്രബന്ധത്തിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടിലേക്ക്. തലയിൽ മരുന്നിന് പോലും മുടിയില്ലാത്ത മനുഷ്യരെ മോഹിപ്പിക്കുന്ന കണ്ടെത്തൽ തന്റെ പ്രബന്ധത്തിലൂടെ ആവിഷ്കരിച്ചതായാണ് വിമലിന്റെ അവകാശവാദം. കോയമ്പത്തൂർ PSG കോളേജ് ഓഫ് ഫാർമസിയിൽ നിന്നും M.Pharm ബിരുദം പൂർത്തിയാക്കിയ വിമൽ പഠനത്തിന്റെ ഭാഗമായാണ് ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയത്. പാർശ്വഫലങ്ങൾ ഏറെയുള്ള ഫിനാസ്റ്ററൈഡ് എന്ന രാസവസ്തുവിന്റെ രൂപാന്തരം വരുത്തിയ കണികകളാണ് ഇയാൾ കഷണ്ടി ചികിത്സയ്ക്കായി മുന്നോട്ട് വെക്കുന്നത്. തമിഴ്നാട് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് വെൽഫെയർ ട്രസ്റ്റ് മികച്ച ഗവേഷണ പ്രബന്ധത്തിനുള്ള അവാർഡ് നൽകി വിമലിന്റെ കണ്ടെത്തലിനെ ആദരിച്ചു കഴിഞ്ഞു. കോയമ്പത്തൂരിൽ നടന്ന രണ്ടാമത് രാജ്യാന്തര ഡ്രഗ് ഡെലിവറി കോൺഫറൻസ് ഏറ്റവും മികച്ച ഗവേഷണ പ്രബന്ധമായും ഇതിനെ തെരഞ്ഞെടുത്തു. ലേപന രൂപത്തിലുള്ള മരുന്ന് പരീക്ഷിച്ച കഷണ്ടിക്കാരിൽ 2 മാസത്തിനുള്ളിൽ 7 ഇരട്ടി വരെ മുടി വളർന്നതായി വിമൽ അവകാശപ്പെടുന്നു. പ്രൊജക്ട് കഴിഞ്ഞ ഇൻവിട്രോ സ്റ്റഡീസ്, ഇൻവൈവോ സ്റ്റഡീസ്, പെർമിബിലിറ്റി സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഫൈനലായിട്ട് ഞങ്ങൾ എത്തിക്കൽ കമ്പനി അപ്രൂവലോടെ കുറച്ച് പേഷ്യന്റിൽ കുറച്ച് ഹ്യൂമൻ വോളണ്ടിയേഴ്സിൽ അതിന്റെ ടെസ്റ്റ് നടത്തി, മീൻസ് ഫോർമേഷന്റെ ക്ലിനിക്കൽ ട്രയൽ നടത്തി. അപ്പോൾ അത് വളരെ മീൻസ് നോർമൽ കേസ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 7 times ഹയർ ഗ്രോത്ത് ഞങ്ങൾ ഒബ്സർവ് ചെയ്തു. ഇപ്പോൾ ഈ സ്റ്റെബിലിറ്റി ഇപ്പോൾ ഒരു 6 monthോ അല്ലെങ്കിൽ മാക്സിമം 1 year സ്റ്റെബിലിറ്റി ഇത് കൂട്ടണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ എത്തിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. നിലവിൽ ചേലേമ്പ്ര ദേവകിയമ്മ കോളേജ് ഓഫ് ഫാർമസിയിൽ അധ്യാപകനായി ജോലി ചെയ്യുകയാണ് വിമൽ. കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ മികച്ച ഫലം തന്റെ മരുന്നിനുണ്ടാകുമെന്നാണ് ഈ 25-കാരന്റെ വിശ്വാസം. മരുന്നിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപാദനത്തിന് ആഴത്തിലുള്ള പഠനങ്ങൾ വേണ്ടിവരും. തുടർന്ന് മരുന്നിന്റെ പേറ്റന്റിനായും ശ്രമിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിമൽ കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് വിശദീകരിക്കുന്നു. വിമൽ, ഈ ഗവേഷണത്തിന് താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ്? കേരളത്തിൽ അല്ലെങ്കിൽ താങ്കൾ കാണുന്ന ആളുകൾക്ക് കഷണ്ടി മാനസികമായ ഒരു ബുദ്ധിമുട്ടാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണോ ആ മേഖലയിലേക്ക് തന്നെ താങ്കളുടെ ശ്രദ്ധ കടന്നു ചെന്നത്? അതൊരു വലിയൊരു ഫാക്ടറാണ്. നമ്മുടെ എല്ലാവർക്കും ഈവൻ നമ്മുടെ വളരെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലമാണ് കഷണ്ടി. അതുകൂടാതെ ഞങ്ങൾ ഈ പ്രൊജക്ട് മീൻസ് ഇതെല്ലാം ഞങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യും. നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും ഫോർമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ഉണ്ടോ നിങ്ങൾ കൺസൾട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ അവർക്ക് ഡെർമറ്റോളജി ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞതാണ് ഇപ്പോൾ ഫിനാസ്റ്റായിട്ടുള്ള ഒരു ഓൾറെഡി ടാബ്ലറ്റ്സ് ഉണ്ട്, അപ്പോൾ അതിന് ചില സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പം നിങ്ങൾ അതിന്റെ ഒരു ടോപ്പിക്കൽ ഫോർമേഷൻ കിട്ടുകയായിരുന്നെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. വിമൽ, ലോകത്ത് എവിടെയെങ്കിലും ഈ കഷണ്ടിക്ക് കൃത്യമായിട്ടുള്ള മെഡിസിൻ ഉണ്ടോ, സൊല്യൂഷൻ ഉണ്ടോ? താങ്കളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ? ശരിക്കും ഉണ്ട്. മീൻസ് കഷണ്ടിക്ക് വളരെ എഫക്റ്റീവ് ആയുള്ള മോളിക്യൂൾസ് ഉണ്ട്. കാരണം നമ്മൾ ഈ കഷണ്ടിയുടെ ബേസിക് മെക്കാനിസം എന്തുകൊണ്ട് കഷണ്ടി ഉണ്ടാവുമെന്ന് നമുക്ക് ആ സയൻസ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. കാരണം നമ്മുടെ ബോഡിയിലുള്ള ടെസ്റ്റോസ്റ്റെറോണുള്ള ഹോർമോൺ ഡീഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോണായി കൺവേർട്ട് ചെയ്യും. അപ്പം ഈ ഒരു ഡീഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോണുള്ള ഹോർമോൺ ആണ് നമ്മൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഈ മുടി നമ്മൾ ഇങ്ങനെ ഇമ്മച്ചുറേറ്റ് സംഭവിക്കുന്നത്. അതായത് അതിന്റെ സൈസ് കുറഞ്ഞ് അതിനുള്ള ആ മുടി അങ്ങനെ ആ ഒരു ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു ഹോർമോണാണ്. അപ്പോൾ താങ്കളുടെ ഈ ഗവേഷണ രീതിയിൽ ക്ലിനിക്കൽ വർക്കിന് വേണ്ടിയിട്ട് എത്ര ആളുകളെ താങ്കൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്? എത്ര പേരിൽ താങ്കൾ ഈ മെഡിസിൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്? ഫേസ് 1 എന്ന നിലയിൽ ഞങ്ങൾ 20 പേരാണ് ചെയ്തത്. 20 ടെസ്റ്റ് ചെയ്ത് കണ്ടു. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്. ഏത് പ്രായപരിധിയിൽപ്പെട്ടവരായിരുന്നു? ശരിക്കും നോർമൽ 20 to 30 വയസ്സുള്ള മറ്റേ ഹെൽത്തി ഹ്യൂമൻ വളരെയാണ് ഞങ്ങൾ എടുത്തത്. റിസൾട്ട് വളരെ ആശാവഹമായിരുന്നു, പോസിറ്റീവായിരുന്നു. കാരണം മറ്റ് അതായത് ഈ ഡ്രഗ് അപ്ലൈ ചെയ്യാത്തവരിൽ നിന്നും ഇത് അപ്ലൈ ചെയ്യുന്നവർക്ക് ഞങ്ങൾ 7 times വരെ ഹയർ ഗ്രോത്ത് ഞങ്ങൾ രേഖപ്പെടുത്തി കണ്ടു. സ്വയം പരീക്ഷ ശരിക്കും എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളത് പരീക്ഷിച്ചത്. കാരണം ഇത് ക്ലിനിക്കൽ ട്രയൽ പറയുമ്പോൾ അതായത് നമ്മൾ ചെറിയൊരു ഏരിയയിൽ മാത്രമേ ഞങ്ങൾ പരീക്ഷിക്കുള്ളൂ. കാരണം മൊത്തം അത് തേക്കില്ല. അപ്പോ ഞാൻ ചെയ്തത് ഞാനൊരു വള്ളിയതായിരുന്നു. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ബ്രാൻഡഡായി പുറത്ത് താങ്കൾ കൊണ്ടുവരും എന്ന് വിചാരിക്കാമോ? അത് ഞാനിപ്പം ഫർദർ ഇപ്പം ഇതിന്റെ ഫോർമാറ്റിന് ചെറിയ സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് ഉണ്ട്, ചെറിയ 1-2 പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അതെല്ലാം സോൾവ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ റിസർച്ച് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാനിതെല്ലാം സോൾവ് ചെയ്തിട്ട് പിന്നെ എനിക്ക് പ്രതീക്ഷയുണ്ട് ഞാനത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടുള്ള നല്ല നമുക്ക് വളരെ ഒരു ആ നിലയിലേക്ക് കൊണ്ടുവരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്.
മുമ്പ് കഷണ്ടി മരുന്ന് വിവാദങ്ങൾ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായത് വിമൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഠിച്ചിരുന്ന കാലത്ത്, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത്? അല്ല, ആക്ച്വലി ഞാൻ ഇത് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് വെച്ചാല് നമ്മുടെ നാട്ടില്, നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ദിവസം ഇപ്പം ഈ ബാലനത്തിന് കഷണ്ടിക്ക് വേണ്ടിയിട്ട്, അതേമാതിരി സെക്ഷൽ സ്റ്റാമിനയ്ക്ക് വേണ്ടിയിട്ട് ദിവസം എന്താണോ എണ്ണയും ഗുളികകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പം ഈ ആൾക്കാർക്ക് ബേസിക് ആയിട്ടുള്ള ഒരു മെക്കാനിസം എന്തുകൊണ്ട് കഷണ്ടിയിലൊന്നും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് അതിനുള്ള സയന്റിഫിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. ശരിക്കും അങ്ങനെ ശരിക്കും പോവുകയാണെങ്കിൽ അതിനുള്ള മെഡിസിൻസ് ഉണ്ട്. വിമൽ ഗവേഷണ നിഗമനങ്ങൾ പങ്കുവച്ചതിന് ഏതായാലും ഗവേഷണമാണ് അത്. ഗവേഷണത്തിന് പൊടുന്നനെ അന്ത്യം ഉണ്ടാകുന്നില്ല, അതൊരു തുടർ പ്രക്രിയയാണ്. താങ്കളുടെ ഗവേഷണം തുടരട്ടെ, വിജയം ആശംസിക്കുന്നു. താങ്കൾക്ക് വിജയം ആശംസിച്ചുകൊണ്ട് തന്നെ ന്യൂസ് ലൈൻ ഞാൻ അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.